വേ ടു വിൻ PSC ടിപ്സിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നമ്മൾ ഈ വീഡിയോയിലൂടെ പറയാൻ പോകുന്നത് ഒപ്റ്റോമെട്രിസ്റ്റ് ഗ്രേഡ് 2 PSC എക്സാംസിനെ കുറിച്ചാണ്. കേരളത്തിൽ ഒപ്റ്റോമെട്രിസ്റ്റ് എന്ന തസ്തികയിലേക്ക് DMEയും അതുപോലെ തന്നെ DHSഉം എക്സാംസ് കണ്ടക്ട് ചെയ്യാറുണ്ട്. DME എന്ന് പറയുമ്പോൾ ഡയറക്ടറേറ്റ് ഓഫ് മെഡിക്കൽ എഡ്യൂക്കേഷൻ, DHS എന്ന് പറയുമ്പോൾ ഡയറക്ടറേറ്റ് ഓഫ് ഹെൽത്ത് സർവീസസ്. ഇപ്പോൾ കഴിഞ്ഞ ഇയർ നടന്നത് DME കണ്ടക്ട് ചെയ്ത എക്സാം ആയിരുന്നു. ഇപ്പോൾ പുതിയ നോട്ടിഫിക്കേഷൻ വന്നിട്ടുള്ളത് DHS കണ്ടക്ട് ചെയ്യുന്ന എക്സാമാണ്. ക്വാളിഫിക്കേഷനൊക്കെ എല്ലാവർക്കും അറിയാമെന്ന് വിചാരിക്കുന്നു. അതായത് +2 സയൻസ്, ബയോളജി, ഫിസിക്സ്, കെമിസ്ട്രി, അതല്ലെങ്കിൽ ഫിസിക്സ്, കെമിസ്ട്രി, മാത്സ് ഇവ ഒരു ഓപ്ഷണൽ സബ്ജക്റ്റ് ആയിട്ട് നമ്മൾ +2ന് പാസ്സായിരുന്നിരിക്കണം. ഇതുകൂടാതെ ഓഫ്താൽമിക് അസിസ്റ്റൻസിൽ ഡിപ്ലോമ ഉണ്ടായിരുന്നിരിക്കണം. അതല്ലെങ്കിൽ അതിൻ്റെ ഹയർ ക്വാളിഫിക്കേഷൻ വെച്ചും അപ്ലൈ ചെയ്യാം. അതായത് BSc ഒപ്റ്റോമെട്രിയോ, ഡിപ്ലോമ അല്ലാണ്ട് BSc ഒപ്റ്റോമെട്രി, MSc ഒപ്റ്റോമെട്രി ഇവർക്കൊക്കെ അപ്ലൈ ചെയ്യാം. ഇനി നമുക്ക് DMEയും DHSഉം നടത്തുന്ന എക്സാംസിൻ്റെ ഡിഫറൻസ് എന്താണ്, അതുപോലെ അതിൻ്റെ പ്രൊമോഷൻസ്, സാലറി കാര്യങ്ങളൊക്കെ നോക്കി നോക്കാം. DHS കണ്ടക്ട് ചെയ്യുന്നതാണെങ്കിലും DME കണ്ടക്ട് ചെയ്യുന്നതാണെങ്കിലും രണ്ടിൻ്റെയും സ്കെയിൽ ഓഫ് പേ സെയിം ആണ്. അത് വരുന്നത് 35,600 മുതൽ 75,400 വരെയാണ്. അതായത് ആദ്യമായിട്ട് ജോലിക്ക് കയറുന്ന ഒരാൾക്ക് ബേസിക് പേ ആയിട്ട് ലഭിക്കുന്നത് 35,600 രൂപയാണ്. അതായത് ഒരു UD ക്ലർക്കിൻ്റെ സാലറി. അതുപോലെ DHS നടന്നതാണെങ്കിലും DME നടന്നതാണെങ്കിലും രണ്ടിൻ്റെയും ഏജ് ലിമിറ്റും സെയിം ആണ്. അതായത് 18 to 36 വയസ്സിനുള്ളിലുള്ള ആർക്കും അപ്ലൈ ചെയ്യാം. ജനറൽ കാറ്റഗറിയിൽ വരുന്നവരുടെ ഏജ് ലിമിറ്റാണിത്. ഇതുകൂടാതെ SC/ST കാറ്റഗറി വരെയുള്ള ബാക്ക്വേർഡ് കമ്മ്യൂണിറ്റീസിനൊക്കെ ഏജ് റിലാക്സേഷൻ ഉണ്ട്. അത് എക്സാംസ് വരുമ്പോൾ അതിന് നോട്ടിഫിക്കേഷൻ നോക്കിയിട്ടുണ്ടെങ്കിൽ അതിൽ കൃത്യമായിട്ട് അതിൻ്റെ കാര്യങ്ങൾ കൊടുത്തിട്ടുണ്ടാവും. ഇനി നമുക്ക് DMEയുടെ കീഴിൽ വരുമ്പോൾ എങ്ങനെയാണ് ജോബ് നേച്ചർ, അതുപോലെ തന്നെ പ്രൊമോഷൻസും കാര്യങ്ങളും എന്നൊക്കെ നോക്കാം. ആദ്യം മനസ്സിലാക്കേണ്ടത് DME വഴി കയറുമ്പോൾ നമുക്ക് ജോബ് കിട്ടുന്നത് മെഡിക്കൽ കോളേജുകളിലായിരിക്കും. ഫസ്റ്റ് ജോലിയിൽ പ്രവേശിക്കുമ്പോൾ ലോവർ ഒപ്റ്റോമെട്രിസ്റ്റ് ഗ്രേഡ് 2 ആയിരിക്കും പോസ്റ്റ്. പിന്നീട് ഗ്രേഡ് 1 ആവും, ഒപ്റ്റോമെട്രിസ്റ്റ് ഗ്രേഡ് 1 ആവും. സാലറി കാര്യങ്ങളൊക്കെ മാറും. പിന്നെ അടുത്ത പ്രൊമോഷൻ വഴി സീനിയർ ഒപ്റ്റോമെട്രിസ്റ്റ് ആണ് ആവുന്നത്. സീനിയർ ഒപ്റ്റോമെട്രിസ്റ്റ് ആകുമ്പോഴേക്കും ഗസറ്റഡ് പോസ്റ്റ് ആയിട്ടുണ്ടാവും. പിന്നെ മെഡിക്കൽ കോളേജുകളിലൊക്കെ ആദ്യം ട്യൂട്ടർ ടെക്നീഷ്യൻ എന്ന് പറഞ്ഞ ഒരു പോസ്റ്റ് കൂടെ ഉണ്ടായിരുന്നു. പക്ഷേ ഇപ്പോൾ അതങ്ങനെ കേൾക്കുന്നില്ല. ഇപ്പോൾ സീനിയർ ഒപ്റ്റോമെട്രിസ്റ്റ് തന്നെയാണ് ക്ലിനിക്കലി ആണെങ്കിലും അക്കാദമിക്കലി ആണെങ്കിലും സീനിയറായിട്ട് പെർഫോം ചെയ്യുന്നത്. ഇനി DHSുമായിട്ട് കമ്പയർ ചെയ്യുമ്പോൾ DMEയുടെ ഒരു ഡ്രോബാക്ക് എന്താണെന്ന് വെച്ചാൽ ഇതിൽ ലിമിറ്റഡ് വാക്കൻസീസേ ഉണ്ടാവുള്ളൂ. മെഡിക്കൽ കോളേജുകളിലാണല്ലോ ജോലി ലഭിക്കുന്നത്. അപ്പോൾ അതുകൊണ്ട് തന്നെ ലിമിറ്റഡ് ആയിരിക്കും വാക്കൻസീസ്. അതുപോലെ ട്രാൻസ്ഫർ ഓപ്ഷൻസും കുറച്ചുകൂടെ കുറവായിരിക്കും. അതായത് ഏകദേശം 40 ഒപ്റ്റോമെട്രിസ്റ്റുകളാണ് നമ്മളുടെ കേരളത്തിൽ DMEയുടെ അണ്ടറിൽ വർക്ക് ചെയ്യുന്നത്. എന്നാൽ അത് DHSലേക്ക് വരുമ്പോൾ 350-ലധികം ഒപ്റ്റോമെട്രിസ്റ്റുകളുണ്ട്. ഇനി നമുക്ക് DHSൽ അഥവാ ഡയറക്ടറേറ്റ് ഓഫ് ഹെൽത്ത് സർവീസസിൽ എങ്ങനെയാണ് ഒപ്റ്റോമെട്രിസ്റ്റിൻ്റെ പ്രൊമോഷൻസ്, വർക്കിംഗ് നാച്ചർ കാര്യങ്ങളൊക്കെ വരുന്നതെന്ന് നോക്കാം. DHS വഴിയാണെങ്കിലും ആദ്യത്തെ 3 പോസ്റ്റ് സെയിം ആണ്. അതായത് ഫസ്റ്റ് ലോവർ ഒപ്റ്റോമെട്രിസ്റ്റ് ഗ്രേഡ് 2 ആയിട്ട് നമ്മൾ കയറും. പിന്നീട് ഒപ്റ്റോമെട്രിസ്റ്റ് ഗ്രേഡ് 1 ആവും. അടുത്തതായിട്ട് സീനിയർ ഒപ്റ്റോമെട്രിസ്റ്റ് ആവും. അപ്പോഴേക്കും ഗസ്റ്റഡ് ആവും. പക്ഷേ ഇതിൽ 2 ഹയർ പോസ്റ്റ് കൂടെ വരുന്നുണ്ട്. ഡിസ്ട്രിക്റ്റ് ഓഫ്താൽമിക് കോർഡിനേറ്റർ, പിന്നീട് സ്റ്റേറ്റ് ഓഫ്താൽമിക് കോർഡിനേറ്റർ അല്ലെങ്കിൽ സ്റ്റേറ്റ് ഓഫ്താൽമിക് ഓഫീസർ. ചെറിയ ഏജിൽ തന്നെ ജോലിയിൽ കയറിയവരാണെങ്കിൽ അവർക്ക് ഡിസ്ട്രിക്റ്റ് ഓഫ്താൽമിക് കോർഡിനേറ്ററും അതുപോലെ സ്റ്റേറ്റ് ഓഫ്താൽമിക് കോർഡിനേറ്റർ വരെ ആവാനുള്ള ചാൻസ് DHS വഴിയാവുമ്പോൾ ഉണ്ട്. ഇനി നമുക്ക് DHSലേക്ക് വരുമ്പോൾ എവിടേക്കാണ് ജോബ് കിട്ടുക നോക്കാം. അതായത് DHS വഴിയാകുമ്പോൾ ഹെൽത്ത് സെൻറ്ററുകളിൽ, അതായത് നമ്മളുടെ PHC പ്രൈമറി ഹെൽത്ത് സെൻറ്റർ, അതുപോലെ കമ്മ്യൂണിറ്റി ഹെൽത്ത് സെൻറ്റർ CHC, പിന്നെ ജില്ലാ ആശുപത്രികൾ, താലൂക്ക് ഹോസ്പിറ്റൽസ് ഇവിടെയൊക്കെ നമുക്ക് വർക്ക് ചെയ്യാൻ പറ്റും. ഇനി ഇവിടെ ജോബ് എങ്ങനെയാണെന്ന് വെച്ചാൽ ഇപ്പോൾ നമ്മൾ പ്രൈമറി ഹെൽത്ത് സെൻറ്റർ, അതുപോലെ കമ്മ്യൂണിറ്റി ഹെൽത്ത് സെൻറ്റർ, താലൂക്ക് ഹോസ്പിറ്റൽസ് ഇവിടേക്കൊക്കെ വരുമ്പോൾ നമ്മുടെ OP ആൾട്ടർനേറ്റ് ഡേയ്സിലേ ഉണ്ടാവുള്ളൂ. അപ്പോൾ ബാക്കി ദിവസങ്ങളിൽ നമുക്ക് ഫീൽഡ് വർക്കായിരിക്കും ഉണ്ടാവുക. ഫീൽഡ് വർക്ക് എന്ന് പറയുമ്പോൾ നമ്മൾ വീട്ടിൽ പോയിട്ട് സെൻസസ് എടുക്കേണ്ടി വരും. അതായത് ബ്ലൈൻഡ്നെസ് ഇറാഡിക്കേഷൻ്റെ ഭാഗമായിട്ട് നമ്മൾ വിഷൻ ചെക്കിങ്, അതുപോലെ ടോർച്ച് ലൈറ്റ് എക്സാമിനേഷൻ, നമ്മൾ കമ്മ്യൂണിറ്റിയിൽ പഠിച്ച കുറേ കാര്യങ്ങളുണ്ടല്ലോ. ഈ സംഭവങ്ങളൊക്കെ നമ്മൾ ചെയ്യുന്നത് DHSൻ്റെ അണ്ടറിൽ വരുന്ന ഒപ്റ്റോമെട്രിസ്റ്റുകളാണ്. ഇനി നമുക്ക് ജോബ് കിട്ടുന്നത് ഡിസ്ട്രിക്ട് ഹോസ്പിറ്റൽസുകളിലാണെങ്കിൽ നമുക്ക് ഫീൽഡ് വർക്കൊക്കെ കുറവായിരിക്കും. ഓൾമോസ്റ്റ് എല്ലാ ദിവസവും OP ഉണ്ടാവും. പിന്നെ മെഡിക്കൽ കോളേജുകളിലൊക്കെ ഉള്ള പോലെ ഇവിടെയും മൊബൈൽ യൂണിറ്റുകൾ ഉണ്ടാവും. അപ്പോൾ അവരുമായിട്ട് കമ്പൈൻ ചെയ്ത് ക്യാമ്പ് കാര്യങ്ങളൊക്കെ കണ്ടക്ട് ചെയ്യണം. അതുവഴി സർജറി കാര്യങ്ങളൊക്കെ നടക്കും, പ്രിവെൻറ്റിങ് ബ്ലൈൻഡ്നെസ് അങ്ങനെ.
ഇനി ഡിസ്ട്രിക്ട് ഓഫ്താൽമിക് കോർഡിനേറ്റർ അതുപോലെ സ്റ്റേറ്റ് ഓഫ്താൽമിക് കോർഡിനേറ്റർ ആ ലെവലിലേക്കൊക്കെ വരുമ്പോൾ നമുക്കൊരു അഡ്മിൻ ലെവലിലുള്ള കാര്യങ്ങളായിരിക്കും ഉണ്ടാവുക. അതായത് OP കാര്യങ്ങളൊന്നും ഉണ്ടാവില്ല, ക്ലിനിക്സ് ഒന്നും ഉണ്ടാവില്ല. നമ്മൾ ഇപ്പോൾ അതായത് DMOൻ്റെ കീഴിൽ വരുന്ന ബ്ലൈൻഡ്നെസ് ഇറാഡിക്കേഷൻ്റെ ഭാഗമായിട്ടുള്ള പദ്ധതികൾ ഉണ്ടാവും. അപ്പോൾ അതിനെയൊക്കെ കോർഡിനേറ്റ് ചെയ്യാൻ ഹെൽപ്പ് ചെയ്യുക, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ആയിരിക്കും ഡിസ്ട്രിക്ട് ഓഫ്താൽമിക് കോർഡിനേറ്ററും സ്റ്റേറ്റ് ഓഫ്താൽമിക് കോർഡിനേറ്ററൊക്കെ ആകുമ്പോൾ ചെയ്യേണ്ടത്. ഇനി DME ആയിട്ട് കമ്പയർ ചെയ്യുമ്പോൾ DHSനുള്ള പോസിറ്റീവ്സ് എന്താണെന്ന് വെച്ചാൽ, ഇപ്പോൾ നമുക്ക് നമ്മുടെ നിയർ ബൈ ഏരിയാസിലൊക്കെ വർക്ക് ചെയ്യാൻ കുറച്ചുകൂടെ പറ്റുന്നത്, അതായത് ട്രാൻസ്ഫറൊക്കെ വഴി നമുക്ക് നമ്മളുടെ ലൊക്കാലിറ്റിയിലേക്ക് തന്നെ വരാൻ ചാൻസ് ഉണ്ടാവുക DHS വഴിയായിരിക്കും കുറച്ചുകൂടെ. കാരണം DME മെഡിക്കൽ കോളേജുകളിൽ മാത്രമായതുകൊണ്ട് തന്നെ അവിടെയുള്ള ട്രാൻസ്ഫർ ഓപ്ഷൻസ് ഒക്കെ ലിമിറ്റഡ് ആയിരിക്കും. ഇവിടെ കുറച്ചുകൂടെ കൂടുതലായിരിക്കും. പിന്നെ വാക്കൻസി കൂടുതലുള്ളതും DHSലാണ്. അതുകൊണ്ട് തന്നെ നമ്മൾ എക്സാമിനൊക്കെ പഠിക്കുമ്പോൾ DMEനേക്കാൾ കുറച്ചുകൂടെ കിട്ടാൻ ചാൻസ് കൂടുതൽ DHSനാണ്. കാരണം അതിൽ കുറച്ചുകൂടെ വാക്കൻസി കൂടുതലുള്ളതുകൊണ്ട്. ഇപ്പോൾ കഴിഞ്ഞ DMEയിൽ നമുക്ക് വന്ന വാക്കൻസി ലിസ്റ്റ് 9 വാക്കൻസിയാണ്. അത് ഇനിയിപ്പോൾ ഒരു 4 വർഷ കാലാവധി ഉണ്ടെങ്കിൽ മാക്സിമം ഒരു 10ഓ 15ഓ ഒക്കെ കൂടാം, അത്രയൊക്കെ വരുള്ളൂ. പക്ഷേ DHSലേക്ക് വരുമ്പോൾ ഇപ്പോൾ ലാസ്റ്റ് നടന്നതിൽ 105 അഡ്വൈസ് പോയിട്ടുണ്ട്. അപ്പോൾ ഇനി എനിക്ക് പറയാനുള്ളത് എന്താണെന്ന് വെച്ചാൽ, ഇപ്പോൾ നമ്മൾ ലാസ്റ്റ് എക്സാം നടന്നത് DMEയുടെ ആണ്. DMEയുടെ ആയതുകൊണ്ട് തന്നെ വാക്കൻസിയും 9 വാക്കൻസിയേ കാണിച്ചിട്ടുള്ളൂ. ഇനിയിപ്പോൾ വാക്കൻസി കൂടി ഒരു 4 വർഷത്തിനിടയ്ക്ക് മാക്സിമം കുറച്ചുകൂടെ ഒരു 10ഓ 15ഒക്കെ മാക്സിമം വരുള്ളൂ. അപ്പോൾ അത് ഇപ്പോൾ എക്സാം കൂടുതൽ പ്രിപ്പയർ ചെയ്യാത്തവരും അതുപോലെ അതിൽ കുറേ നെഗറ്റീവ് അടിച്ചു, അതുപോലെ നേരെ പഠിക്കാൻ പറ്റിയില്ല, അങ്ങനെയുള്ളവരുടെ സങ്കടമൊന്നും വേണ്ട. ഇനി DHS വരുന്നുണ്ട്, അതിനാകുമ്പോൾ കുറച്ചുകൂടെ വാക്കൻസികൾ കൂടുതലായിരിക്കും. പഠിച്ചാൽ കുറച്ചുകൂടെ DMEനെ കമ്പയർ ചെയ്യുമ്പോൾ കിട്ടാനുള്ള ചാൻസ് കുറച്ചുകൂടെ കൂടുതലാണ്. അപ്പോൾ എന്തായാലും എല്ലാവരും പഠിച്ചു തുടങ്ങുക. ഇതുവരെ പഠിക്കാത്തവരൊക്കെ ആണെങ്കിലും പഠിക്കാൻ സ്റ്റാർട്ട് ചെയ്യുക. ഒപ്റ്റോമെട്രി എടുക്കുന്ന ഭൂരിഭാഗം പേരും എക്സ്പീരിയൻസ് ആയി പുറത്തേക്ക് പോകാൻ ഉദ്ദേശിക്കുന്നവരാണ്. അങ്ങനെ ഉദ്ദേശമില്ലാത്തവരാണെങ്കിൽ, അതായത് നാട്ടിൽ വർക്ക് ചെയ്യാൻ താല്പര്യമുള്ളവരാണെങ്കിൽ എന്തായാലും ഒരു ഗവൺമെൻറ് ജോബ് വേണമെന്ന് ആഗ്രഹമുള്ളവർ എന്തായാലും എക്സാം എഴുതണം, നന്നായിട്ട് പഠിച്ചിട്ട് തന്നെ എഴുതണം. ഇപ്പോൾ പ്രൈവറ്റിലൊക്കെ വർക്ക് ചെയ്യുമ്പോഴുള്ള സാലറി കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് അറിയാമായിരിക്കും. അപ്പോൾ ഒരു ഗവൺമെൻറ് ജോബ് കിട്ടുകയാണെന്നുണ്ടെങ്കിൽ അതും നമ്മുടെ പ്രൊഫഷൻ തന്നെ കിട്ടുകയാണെന്നുണ്ടെങ്കിൽ, ഒപ്റ്റോമെട്രിസ്റ്റ് ആയിട്ട് വർക്ക് ചെയ്യാൻ പറ്റുകയാണെന്നുണ്ടെങ്കിൽ നമ്മൾ പഠിച്ച സംഭവം തന്നെ നമുക്ക് ചെയ്യാൻ പറ്റുക എന്ന് പറയുന്നത് അത് വലിയൊരു കാര്യമാണ്. അപ്പോൾ എല്ലാവരും മാക്സിമം പഠിക്കുക. എനിക്ക് പറ്റുന്ന പോലെ ഇതിൽ ക്ലാസ്സുകൾ ഇടാൻ നോക്കാം. എല്ലാവരും സപ്പോർട്ട് ചെയ്യുക. താങ്ക് യു.